Hello, my dear friends. Most welcome to my YouTube channel, PV's Pavilion. രണ്ടാം ടെസ്റ്റ് മാച്ചിൻ്റെ രണ്ടാം ദിവസം സൗത്ത് ആഫ്രിക്ക ഇന്നലെ എടുത്ത 247 ഫോർ 6 എന്ന നിലയിൽ നിന്ന് കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 300 റൺസിൻ്റെ ബിലോ അവരെ ഓൾ ഔട്ട് ആക്കണം എന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ത്രൂ ഔട്ട് ഡേ കളിച്ചു ഓൾമോസ്റ്റ്. ഓക്കെ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ ചീഫ് പാർട്ട്ണർഷിപ്പ് വന്നത് സെനുരൻ മുത്തുസ്വാമി, ഇന്ത്യൻ വംശജനായ സൗത്ത് ആഫ്രിക്കൻ പ്ലെയറാണ്. സെനുരൻ മുത്തുസ്വാമി തൻ്റെ ആദ്യത്തെ സെഞ്ചുറി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് 109 റൺസ് എടുത്തു, 10 4 അടിച്ചു, 2 സിക്സർ അടിച്ചു. അതായത് ഇന്ത്യയുടെ സ്പീഡ്സ്റ്റേഴ്സ് ബുംറ, സിറാജ് എന്നിവരെയൊക്കെ വളരെ നന്നായിട്ട് നേരിട്ടിട്ട് മോശം പന്തുകളെ പ്രഹരിച്ചു കൊണ്ടുള്ള ഒരു വളരെ ഛേദോഹരമായ ഒരു ഇന്നിംഗ് കാഴ്ചവെച്ച സെനുരൻ മുത്തുസ്വാമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വെൽ ഡൺ മൈ ഡിയർ ബോയ്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ കൂട്ടുന്നത് വെരിയൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇന്നിങ്സ് പടുത്തുയർത്തിയൊരു പ്ലെയർ. 45 റൺസ് എടുത്ത അദ്ദേഹം 5 4 അടിച്ച് അദ്ദേഹം ഔട്ടായി. അതായത് 7ാമത്തെ വിക്കറ്റ് വീണപ്പോൾ നമുക്കൊരു ഇനി എങ്ങനെയും ഇവരെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ദാണ്ടെ കിടക്കുന്നു ആര്? മാർക്കോ ജാൻസൺ, ആ ഏറ്റവും നീളം കൂടിയ പ്ലെയർ. അദ്ദേഹം വന്നിട്ട് അടിയോടടി എല്ലാ ബൗളേഴ്സിനെയും മാറി മാറി പ്രഹരിച്ചിരിക്കുകയാണ്. മാർക്കോ ജാൻസൺ കുൽദീപിൻ്റെ ബോളിൽ ഔട്ടാകുമ്പോൾ 93 റൺസ് അയക്കുന്നു. അദ്ദേഹത്തിന് സെഞ്ചുറി തികയ്ക്കാൻ പോകുന്നതിൽ പേഴ്സണലി എനിക്കൊരു ഫീലിംഗ് തോന്നി. കാരണം അത്രയും മികവുറ്റ ഒരു ഇന്നിങ്സാണ് അദ്ദേഹം കഴിച്ചത്. അദ്ദേഹം 6 4 അടിച്ചു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ 7 സിക്സാണ് ഇന്ത്യക്കെതിരെ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അപ്പോൾ 93 എന്നുള്ള റൺസ്. അപ്പോൾ ഇത്രയും അതായത് 6 വിക്കറ്റിൽ പോയതിന് ശേഷമുള്ള 4 വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന്. പിന്നെ എല്ലാ വിക്കറ്റും ഔട്ടായി പോയപ്പോഴത്തേക്കിന് ഒരു മാമത്ത് സ്കോർ, ദാറ്റ് ഈസ് 489. 11 റൺസ് കൂടി ഉണ്ടെങ്കിൽ 500 റണ്ണായി. അതായത് ഒരു അൺഅസൈലബിൾ ലീഡ് സൗത്ത് ആഫ്രിക്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. 489 എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ കളിയിൽ ഒരു നോർമൽ സ്കോറായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് ഓവർഹോൾ ചെയ്യാമെന്നാണ് ഈസിയല്ല. കാരണം ടുമാറോ ഓൺവേഡ്സ് ഇതൊരു സ്പിന്നേഴ്സിന് ടേൺ കിട്ടുന്ന ഒരു പിച്ചായി മാറാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദിസ് ജെൻറ്റിൽമാൻ, ഈ സെഞ്ചുറി അടിച്ച മുത്തുസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് സ്പിന്നറാണ്. സെഞ്ചുറി അടിച്ച അമിതമായ ആത്മവിശ്വാസത്തിലായിരിക്കും അദ്ദേഹം ബോൾ എറിയുക നാളെ. ഏതായാലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഫുൾ പൊട്ടൻഷ്യലായിട്ട് കളിക്കണം, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് അതിദയനീയമായി തോക്കാൻ ചാൻസ് ഉണ്ട്. ഈ ടെസ്റ്റ് മാച്ച് ജയിക്കുക എന്നുള്ളത് ഒരു ഹെർക്കുലിൻ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് സമനില പിടിക്കുമെങ്കിലും ചെയ്താൽ, എന്നാലും നമ്മൾ ടെസ്റ്റ് സീരീസ് പോയി, ആകെ 2 മാച്ചേ ഉള്ളൂ. ആദ്യത്തെ ടെസ്റ്റ് ഓൾറെഡി സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിത് ജയിച്ചാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് സമനില വരുള്ളൂ. ഈ ടെസ്റ്റ് മാച്ച് നമ്മൾ സമനില പിടിച്ചാലും നമ്മൾ സീരീസ് തോൽക്കുകയാണ്, 1-0 തോൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വളനറബിൾ സിറ്റുവേഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകെ മൊത്തം പറയാനുള്ളത് കുൽദീപ് 4 വിക്കറ്റ് എടുത്ത കാര്യമാണ്. ബുംറ, സിരാജ്, ജഡേജ ഇവരെല്ലാം 2 വിക്കറ്റ് വീതം വീഴ്ത്തിയെങ്കിലും ഇത്രയും ഒരു പടുകൂറ്റൻ സ്കോറിന് എടുക്കാൻ സൗത്ത് ആഫ്രിക്കയെ അനുവദിച്ച പോലായിപ്പോയി. ഓക്കെ, ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങി, കുറച്ചു നേരം കളിച്ചു,
ഒരു 9 റൺസ് എടുത്തിട്ടുണ്ട്. വിക്കറ്റൊന്നും പോയില്ല. നാളെ ഇവർ എങ്ങനെയാണ് യശസ്വി ജയ്സ്വാൾ ആൻഡ് കെ എൽ രാഹുൽ അവരെങ്ങനെ തുടങ്ങുന്നു, മറ്റുള്ള ബാറ്റ്സ്മാൻമാർ എങ്ങനെ അത് പിന്തുടരുന്നു, എത്രമാത്രം റണ്ണുണ്ടാക്കാൻ കഴിയുമോ, അതൊക്കെ നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ. ഒരു ഡിസപ്പോയിൻറ്റിങ് ഡിസ്പ്ലേ ബൈ ഇന്ത്യൻ ബൗളേഴ്സ്. ക്യാപ്റ്റനും ഒരു ക്ലൂലെസ് ആയിട്ട് പോയി എനിക്ക് തോന്നി പലപ്പോഴും. അതായത് ബൗൺസർ എറിയിക്കേണ്ട സമയത്ത് എറിയിച്ചില്ല, പിന്നെ എറിയിക്കുന്ന സമയത്ത് ജാൻസണൊക്കെ ബൗൺസർ കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഹൈറ്റും അദ്ദേഹത്തിൻ്റെ ആ ഫുഡ് സ്റ്റെപ്പും നോക്കിയാൽ മതി, ഒന്ന് തൊടുമ്പോഴത്തേക്ക് അത് 6 ആയിട്ട് പോവുകയാണ്. ഒരു T20 മോഡലാണ് അദ്ദേഹം കളിച്ചത്. നമ്മൾ ഈ IPL-ലും ഒക്കെ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികവുറ്റ പ്രകടനങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഐ നോ ഹീസ് എ പ്യുവർ ബാറ്റ്സ്മാൻ. മാത്രമല്ല എല്ലാ ചിപ്സും അവർ 6 വിക്കറ്റ് പോയതിന് ശേഷം 300-ന് താഴെ റണ്ണുള്ളൊരു സമയത്ത് ഇത്രയും പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക എല്ലാ കൺഗ്രാജുലേഷനും അർഹിക്കുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയെ 2 മാച്ചും തോപ്പിച്ച് പോകാൻ പോകുന്നതാണ് എനിക്കിപ്പോഴുള്ള പേടി. ഓക്കെ. അപ്പോൾ ഈ ഡിസപ്പോയിൻമെൻറ്റ് ആയ ഒരു സന്ദർഭത്തിൽ ഒരു ചെറിയ ഒരു സന്തോഷത്തിൻ്റെ സൂചകമായ ഒരു കാര്യം അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് കാഴ്ച പരിമിതിയുള്ള, അതായത് ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് വനിതാ വേൾഡ് കപ്പ്, അതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. എതിരാളികളായ നേപ്പാളിനെ തകർത്തുകൊണ്ട് ഇന്ത്യൻ വനിതകൾ. കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിതകൾ വനിതാ T20 വേൾഡ് കപ്പ് ഫോർ ബ്ലൈൻഡ്സ് വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഇവിടെ സമാപ്തിയാക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ് ഇഫ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.